ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈസി ഇംഗ്ലീഷ് വിത്ത് രേഷ്മ. അപ്പോൾ നമുക്കിന്ന് ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ദിനചര്യ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സിമ്പിളായിട്ട് പറയുന്നത് എന്ന് നോക്കാം. നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സിമ്പിളായിട്ട് എങ്ങനെ പറയുന്നു എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡെയിലി റുട്ടീൻ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ടെൻസിൻ്റെ പ്രത്യേകത എന്താണ്? വെർബിൻ്റെ കൂടെ ING, ഈസ്, ആം, ആറ് അല്ലെങ്കിൽ വില്ല് അങ്ങനെയുള്ള ഒരു കാര്യവും ചേർക്കാൻ പാടില്ല. ഡയറക്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പറയുക. അപ്പോൾ ഒരു ദിവസം നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അഥവാ നമ്മുടെ ശീലങ്ങൾ അത് പറയാനാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ ടെൻസ് ഒന്നും, അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഒന്നും നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നില്ല. ആ ടെൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഡെയിലി റുട്ടീൻ കൃത്യമായിട്ട് പറയുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഡെയിലി റുട്ടീൻ ഓരോന്നായിട്ട് പറയാം, എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടി എങ്ങനെ സിമ്പിളായിട്ട് കണക്റ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ആദ്യത്തെ നോക്കിയേ, ഐ വേക്ക് അപ്പ് അറ്റ് 6 AM എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കും. അപ്പോൾ ഇത് ഞാൻ എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യമാണ്, ഇതെൻ്റെ ഒരു ശീലമാണ് അല്ലേ. ഐ ബ്രഷ് മൈ ടീത്ത്, ഞാൻ പല്ല് തേക്കും. പിന്നെ ഐ ഡു യോഗ, ഞാൻ യോഗ ചെയ്യും. അത് കഴിഞ്ഞ് ഐ മെഡിറ്റേറ്റ്, ഞാൻ മെഡിറ്റേഷൻ ചെയ്യും. ഐ റീഡ് ദ ന്യൂസ് പേപ്പർ, ഞാൻ ന്യൂസ് പേപ്പർ വായിക്കും. ഐ ടേക്ക് എ ബാത്ത്, ഞാൻ കുളിക്കും. ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഐ ഗെറ്റ് ഡ്രസ്ഡ് ഫോർ വർക്ക്, ഞാൻ ജോലിക്ക് പോകാൻ റെഡിയാകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഞാനാകും, ചെയ്യും എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞാലും സെയിം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അതായത് ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്, ഞാൻ പല്ല് തേക്കാറുണ്ട്, ഞാൻ യോഗ ചെയ്യാറുണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയും മലയാളത്തിൽ. അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കും, അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, യോഗ ചെയ്യുന്നു, മെഡിറ്റേറ്റ് ചെയ്യുന്നു, അങ്ങനെയും പറയും. ഇത് എങ്ങനെ പറഞ്ഞാലും അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വെച്ച് തന്നെയാണ് അത് പറയുന്നത്. അപ്പം മലയാളത്തിൽ ചെയ്യുന്നു, ചെയ്യും, ചെയ്യാറുണ്ട്, ഇങ്ങനെ ഈ 3 രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അടുത്തത് നോക്കിയേ, ഐ ഗോ ടു വർക്ക്, ഞാൻ ജോലിക്ക് പോകും. ഐ ഹാവ് ലഞ്ച് അറ്റ് 1 PM, ഞാൻ 1 മണിക്ക് ലഞ്ച് കഴിക്കും. ഐ ഡ്രിങ്ക് ടീ ഇൻ ദ ഈവനിങ്, ഞാൻ വൈകുന്നേരം ചായ കുടിക്കും. ഐ കം ബാക്ക് ഹോം അറ്റ് 6 PM എവറി ഡേ, ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് തിരിച്ച് വീട്ടിലെത്തും. ഐ ചെക്ക് മൈ ഫോൺ, ഞാൻ ഫോൺ ചെക്ക് ചെയ്യും. ഐ റിപ്ലൈ ടു മെസ്സേജസ്, ഞാൻ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കും. ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി, ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കും. ഐ ഹെൽപ്പ് വിത്ത് ഹൗസ് ഹോൾഡ് ചോർസ്, ഞാൻ വീട്ടുജോലികളിൽ സഹായിക്കും. ഐ വാച്ച് യൂട്യൂബ് വീഡിയോസ് ഫോർ സം ടൈം, ഞാൻ കുറച്ച് സമയം യൂട്യൂബ് വീഡിയോസ് കാണും. ഐ ലിസൺ ടു മ്യൂസിക്, ഞാൻ മ്യൂസിക് കേൾക്കും. ഐ ഹാവ് ഡിന്നർ അറ്റ് 8 PM, ഞാൻ 8 മണിക്ക് അത്താഴം കഴിക്കും. ഐ പ്രിപ്പയർ ഫോർ ദ നെക്സ്റ്റ് ഡേ, ഞാൻ അടുത്ത ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. ഐ പ്രേ ബിഫോർ ഗോയിങ് ടു ബെഡ്, ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പ്രാർത്ഥിക്കും. ഐ ഗോ ടു ബെഡ് അറ്റ് 10 PM, ഞാൻ രാത്രി 10 മണിക്ക് ഉറങ്ങാൻ പോകും. അപ്പം ഇത് രാവിലെ തൊട്ട് വൈകിട്ട് ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള എൻ്റെ ശീലങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ ആവർത്തിച്ച് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി നമുക്ക് ഒന്നിച്ചെങ്ങനെ കണക്റ്റ് ചെയ്ത് പറയാമെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മളെല്ലാം ഓരോന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സാധാരണ നിങ്ങളൊരു ഇംഗ്ലീഷ് ക്ലാസ്സുകളിലോ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ കോമൺ ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ഒന്ന് എഴുതൂ അല്ലെങ്കിൽ പറയൂ എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പറയാം, പക്ഷേ നമ്മൾ അത് കണക്റ്റ് ചെയ്ത് പറയുമ്പോഴാണ് അതിന് കുറച്ച് കൂടുതൽ ഭംഗിയുണ്ടാവുക. അപ്പോൾ ഇത് എല്ലാം കൂടെ നമുക്ക് കണക്റ്റിംഗ് വേർഡ്സ് വെച്ച് കണക്റ്റ് ചെയ്ത് പറയാം. വളരെ സിമ്പിളായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ കണക്റ്റിംഗ് വേർഡ്സ് നമുക്കതിന് ഉപയോഗിക്കാം. ഫസ്റ്റ്, ദെൻ, നെക്സ്റ്റ്, ആഫ്റ്റർ ദാറ്റ്, ലേറ്റർ, ഫൈനലി. ഈ വാക്കുകൾ വെച്ച് നമുക്കിത് സിമ്പിളായിട്ട് കണക്റ്റ് ചെയ്യാം.
അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തതെന്ന് നോക്കി. I wake up at 6 a.m. every day. First, I brush my teeth, then I do yoga and meditate. After that, I read the newspaper and take a bath. Next, I have breakfast and get dressed for work. Then I go to work. I have lunch at 1 p.m. In the evening, I drink tea and come back home at 6 p.m. every day. After that, I check my phone and reply to messages. Then I spend time with my family and help with household chores. Later, I watch YouTube videos for some time and listen to music. I have dinner at 8 p.m. After dinner, I prepare for the next day and pray before going to bed. Finally, I go to bed at 10 p.m. അപ്പോൾ ഇങ്ങനെ നമുക്കിത് സിമ്പിളായിട്ട് ഈ കണക്റ്റിംഗ് വേർഡ്സ് വെച്ച് കണക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡെയിലി റുട്ടീൻ ഞാൻ 22 എണ്ണം കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് ആളുകളുടെ ഡെയിലി റുട്ടീൻ കാണുമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആരെങ്കിലും ഡെയിലി റുട്ടീൻ ചോദിക്കുകയാണെങ്കിൽ ഈ വാക്കുകൾ ഇതിനകത്ത് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ വരുന്നത് ഏതൊക്കെയാണോ അത് വെച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണക്റ്റ് ചെയ്യാതെയോ പറയാം. കണക്റ്റ് ചെയ്ത് പറയുന്നതാണ് ഏറ്റവും ഭംഗി. കണക്റ്റ് ചെയ്യാതെ വേണേലും പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്.